നമസ്കാരം. LDCയുടെ സിലബസിലെ ഒരു ചെറിയ ഭാഗമാണ് ദേശീയ പ്രസ്ഥാനത്തിലെ കലകളുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പങ്കിനെ കുറിച്ചുള്ള ചോദ്യം. ദേശീയ സമരം എന്നുദ്ദേശിക്കുന്നത് സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തിന് ശേഷമുള്ള ദേശീയ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരമാണ്. ആ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ കൃതികളാണ്, ഏതൊക്കെ പത്രങ്ങളാണ്, എന്തൊക്കെ സാഹചര്യങ്ങളാണ് ദേശീയതയെ പരിപോഷിപ്പിച്ചത്, ഈ വിവരങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അറിയേണ്ടത്. ഇത് ആദ്യം നമുക്ക് പത്രങ്ങളുടെ പങ്കിനെ കുറിച്ച് നോക്കാം. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പങ്കുവഹിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പത്രങ്ങൾ. പത്രങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്ന ബ്രിട്ടീഷ് മർദ്ദക നയങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് നൽകുന്നു. ലോകരാജ്യങ്ങളിൽ സ്വാതന്ത്ര്യത്തിനായിട്ടും മറ്റ് ദേശീയതയുടെ ആവിർഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല വിപ്ലവങ്ങളുടെ ചരിത്രങ്ങളും പല കഥകളും ജനങ്ങളെ അറിയിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ പല തെറ്റായ നികുതി വ്യവസ്ഥയും ന്യായവാദങ്ങളെയൊക്കെ പത്രങ്ങൾ തീർത്തും പരിഹസിച്ചുകൊണ്ട് എഴുതുക വഴി അത് ജനങ്ങളിലേക്ക് ആർന്നിഴങ്ങുന്നു. അപ്പോൾ ഇത്തരം ദേശീയ നേതാക്കളുടെ പല ആഹ്വാനങ്ങളും പത്രങ്ങളിലൂടെയാണ് ജനങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ ചേർക്കുമ്പോൾ പത്രങ്ങൾ വളരെ വലിയ പങ്കാണ് വഹിച്ചിരുന്നത്. നമുക്ക് ഈ ഒരു സിലബസിൽ പ്രധാനപ്പെട്ട പത്രങ്ങളും അതിൻ്റെ സ്ഥാപകർ മാത്രം അറിഞ്ഞാൽ മതി. എന്നിരുന്നാലും നമുക്ക് പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ടറായിട്ടുള്ള ചില കാര്യങ്ങളൂടെ നോക്കാം. ഈ 1780 ജനുവരി 29-ാം തീയതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പത്രം ഇറങ്ങുന്നത്. 1780 ജനുവരി 29-ാം തീയതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പത്രം ഇറങ്ങുന്നത്. ആ പത്രത്തിൻ്റെ പേരാണ് ബംഗാൾ ഗസറ്റ്. കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നാണ് ആദ്യകാലത്ത് ബംഗാൾ ഗസറ്റ് അറിയപ്പെട്ടത്. ഈ ബംഗാൾ ഗസറ്റ് 1780 ജനുവരി 29 ബംഗാളിൽ നിന്നാണ് ഇറങ്ങിയത് എങ്കിലും ഇത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. ബംഗാൾ ഗസറ്റ് എന്ന് കേൾക്കുമ്പോൾ അത് ബംഗാളി ഭാഷയിലാണോ എന്ന് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ബംഗാൾ ഗസറ്റ് ഇംഗ്ലീഷിലാണ് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി പത്രം ഇറങ്ങിയ ഭാഷ ഇംഗ്ലീഷാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഇതിറക്കിയത്. ഇന്ത്യൻ പത്രങ്ങളുടെ പിതാവായിട്ട്, ന്യൂസ് പേപ്പറിന്റെ പിതാവായിട്ട് കരുതുന്ന ഒരാളാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ശ്രദ്ധിക്കണം, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു ആണ്, ചലപതി റാവു. പക്ഷേ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷാണ്. അതുപോലെ തന്നെ പത്രങ്ങളുടെ പിതാവ് എന്ന് ചോദിച്ചാൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ പേര് എഴുതാം. 1780 ജനുവരി 29 ഇന്ത്യയിൽ ആദ്യമായിട്ട് പത്രം ഇറങ്ങിയത്. ജനുവരി 29 ദേശീയ പത്രദിനമാണ്. നവംബർ 16 ദേശീയ പ്രസാധക ദിനമാണ്, അച്ചടി ദിനമാണ് നവംബർ 16. മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3. ഇന്ത്യയുടെ ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യ പത്രം സമാചാർ ദർപ്പണാണ്. 1818 പുറത്തിറങ്ങിയ സമാചാർ ദർപ്പണാണ് ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറങ്ങിയ ആദ്യ പത്രം. ഇത് BMS, അതായത് ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റിയാണ് ഇത് ഇറക്കിയത്. BMS ആണ് ഈ പത്രം ഇറക്കുന്നത്. ഒരു ക്ലാർക്ക് മാർഷൽ എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹത്തിന് ഈ പത്ര രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പം 1780 ജനുവരി 29 ഇന്ത്യയിൽ ആദ്യം പത്രം ഇറങ്ങുന്നത്. ആദ്യ പത്രം പുറത്തിറക്കിയത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ആദ്യ പത്രത്തിന്റെ പേര് ബംഗാൾ ഗസറ്റ് എന്നാണ്. കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന് ബംഗാൾ ഗസറ്റ് ആദ്യകാലങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭാഷയിൽ ഇറങ്ങിയ ആദ്യ പത്രം സമാചാർ ദർപ്പണാണ്. സമാചാർ ദർപ്പൺ ഇറങ്ങിയ ഭാഷ അത് ബംഗാളിയാണ്. പക്ഷേ ബംഗാൾ ഗസറ്റ് ഇറങ്ങിയത് ഇംഗ്ലീഷിലാണ്. ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു, പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷുമാണ്. ഓക്കെ, പത്രങ്ങളുടെ മേലുണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞ ഒരു ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. അപ്പോൾ പത്രങ്ങളുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ ആളുടെ പേരാണ് ചാൾസ് മെറ്റ്കാഫ് എന്ന് പറയുന്ന ഒരാൾ. ഈ ചാൾസ് മെറ്റ്കാഫ് ആണ് ലിബറേറ്റർ ഓഫ് പ്രസ്, പ്രസ്സിൻ്റെ വിമോചകൻ. പ്രസ്സിൻ്റെ വിമോചകൻ എന്ന ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ലിബറേറ്റർ ഓഫ് പ്രസ് അഥവാ പ്രസ്സിൻ്റെ വിമോചകൻ ആര്? പ്രസ്സിൻ്റെ വിമോചകനാണ് ചാൾസ് മെറ്റ്കാഫ്. ഓക്കെ, എന്നാൽ 1878 പ്രാദേശികമായി രൂപം പത്രങ്ങൾക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കുവാൻ അധികാരമില്ല. ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് ലേഖനങ്ങളോ പരമ്പരകളോ എഴുതാൻ പാടില്ല. അത്തരത്തിലൊരു നിയമം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് വെർണാക്കുലാർ പ്രസ് ആക്ട് അഥവാ നാട്ടുഭാഷാ പത്ര നിയമം. 1878 നാട്ടുഭാഷാ പത്ര നിയമം അഥവാ വെർണാക്കുലാർ പ്രസ് ആക്ട് പാസ്സാക്കിയത് ലിട്ടൻ്റെ കാലത്താണ്. ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് പൊതുവായിട്ട് അറിഞ്ഞതിന് ശേഷം നമുക്ക് പ്രധാന പത്രങ്ങളിലേക്ക് കടക്കാം. നമ്മൾ പൊതുവായി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. 1780 ജനുവരി 29 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പത്രം ഇറങ്ങുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പത്രത്തിൻ്റെ പേര് ബംഗാൾ ഗസറ്റ് എന്നാണ്. ബംഗാൾ ഗസറ്റ് ഇംഗ്ലീഷ് ഭാഷയിലാണ്.
ബംഗാൾ ഗസറ്റ് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന് മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഒരു പത്രമാണ്. അതിനുശേഷം ഇന്ത്യൻ ഭാഷകളിൽ ഇറങ്ങിയ ആദ്യ പത്രം സമാചാർ ദർപ്പണാണ്. ആ സമാചാർ ദർപ്പണിന്റെ പ്രത്യേകത, ഈ സമാചാർ ദർപ്പൺ ഒരു ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റിയാണ് ഇറക്കിയത്. കൽക്കട്ടയിലെ ജെയിംസ് ക്ലാർക്ക് മാർഷലാണ് അതിൻ്റെ ആദ്യ എഡിറ്റർ. ഇന്ത്യയിലാദ്യത്തെ സായാഹ്ന ദിനപത്രം ബോംബെ സമാചാറാണ്. ഫർദൂർജി മാർസ്ബാൻ എന്ന് പറയുന്ന ഒരാൾ ഇറക്കിയതാണ്. അതിനെക്കുറിച്ച് നമുക്ക് സ്കൂൾ ടെസ്റ്റിൽ പത്രങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നോക്കാം. ഫർദൂർജി മാർസ്ബാൻ. ഇന്ത്യയിലെ ഇപ്പം നിലനിൽക്കുന്ന ഏറ്റവും പഴയ പത്രമാണ് ബോംബെ സമാചാർ. ഇന്ത്യയിലാദ്യത്തെ സായാഹ്ന ദിനപത്രം മദ്രാസ് മെയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യൻ പത്രങ്ങളുടെ മേലുണ്ടായിരുന്ന സെൻസർഷിപ്പുകൾ എടുത്തു കളഞ്ഞ ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. അപ്പോൾ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. പത്രങ്ങൾക്കുമേലുണ്ടായിരുന്ന സെൻസർഷിപ്പുകളൊക്കെ എടുത്തു കളഞ്ഞത് ചാൾസ് മെറ്റ്കാഫ് ആണ്. എന്നാൽ ഇന്ത്യൻ പത്രപ്രവർത്തനങ്ങൾക്കുമേൽ നിശ്ചിതമായൊരു കരിനിയമം എന്ന് തന്നെ പറയാവുന്ന ഒരു നിയമമാണ് വെർണാക്കുലാർ പ്രസ് ആക്ട്, നാട്ടുഭാഷാ പത്ര നിയമം. 1878 നാട്ടുഭാഷാ പത്ര നിയമം പുറത്തിറക്കിയത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ലിട്ടൺ. ലിട്ടന്റെ ആ നിയമപ്രകാരം നാട്ടുഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് സെൻസർഷിപ്പുകൾ ഏർപ്പെടുത്തി ഗവൺമെന്റിനെ നിശിതമായി വിമർശിക്കുന്ന പത്രങ്ങളെ കണ്ടുകെട്ടുന്നതിനുള്ള നിയമങ്ങൾ വന്നു. ഇന്ത്യയിലെ പ്രാദേശിക പത്രപ്രവർത്തനത്തിന്റെ പിതാവായി കരുതുന്നത് രാജാറാം മോഹൻ റോയിയാണ്. നമ്മുടെ നവോത്ഥാന പിതാവായ രാജാറാം മോഹൻ റോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ദേശീയതയ്ക്ക് വേണ്ടി പത്രത്തെ ആദ്യം ഉപയോഗിച്ച ആൾ രാജാറാം മോഹൻ റോയിയാണ്. ദാറ്റ് മീൻസ് ദേശീയ പ്രാധാന്യത്തോടു കൂടി ഇന്ത്യൻ പത്രപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആര് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് ഉത്തരം. ദേശീയ പ്രാധാന്യത്തോടു കൂടി ഇന്ത്യയിൽ പത്രപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ 1821, 1822 കാലഘട്ടങ്ങൾ 2 പത്രങ്ങൾ ഇദ്ദേഹം പുറത്തിറക്കി. 1821 രാജാറാം മോഹൻ റോയ് പുറത്തിറക്കിയ പത്രമാണ് സംവാദ് കൗമുദി. 1821 രാജാറാം മോഹൻ റോയ് പുറത്തിറക്കിയ പത്രമാണ് സംവാദ് കൗമുദി. ഇത് ബംഗാളി ഭാഷയിലാണ്. 1822 രാജാറാം മോഹൻ റോയ് പുറത്തിറക്കിയ പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. 1822 രാജാറാം മോഹൻ റോയ് പുറത്തിറക്കിയ പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. ഈ മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്ന പത്രം പേർഷ്യൻ ഭാഷയിലാണ്. ഈ രാജാറാം മോഹൻ റോയ്ക്ക് പത്രത്തിന്റെ പങ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് പങ്ക്? പ്രാദേശിക പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. പത്രങ്ങളെ ദേശീയതയ്ക്ക് ഉപയോഗിച്ച ആദ്യത്തെ ആൾ രാജാറാം മോഹൻ റോയ്. നല്ല ചോദ്യമാണ് അത് കേട്ടോ, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പത്രങ്ങളെ ദേശീയതയ്ക്ക് ഉപയോഗിച്ച ആദ്യത്തെ ആൾ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കും. പത്രങ്ങളെ ദേശീയതയ്ക്ക് ഉപയോഗിച്ച ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റോയ്. അതായത് 2 പത്രങ്ങളുണ്ട്. ഒന്ന് സംവാദ് കൗമുദി, 2 മിറാത്തുൽ അക്ബർ. സംവാദ് കൗമുദി 1821 ബംഗാളിയിലാണ്. മിറാത്തുൽ അക്ബർ 1822 പേർഷ്യൻ ഭാഷയിലാണ് പുറത്തിറങ്ങിയത്. ക്ലിയർ ആയല്ലോ. ഇനി പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ സ്ഥാപകരാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് പഠിക്കേണ്ടത്. എന്നാൽ ഈ അടിസ്ഥാന ചില കാര്യങ്ങൾ സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞ കാര്യമായി പറഞ്ഞത്. ഇതിൽ നിന്ന് PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ലിബറേറ്റർ ഓഫ് പ്രസ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, ചാൾസ് മെറ്റ്കാഫ്. പ്രസിന്റെ വിമോചകൻ ആര്? ചാൾസ് മെറ്റ്കാഫ്. പരീക്ഷാ ചോദ്യമാണ്. അതുപോലെ തന്നെ വെർണാക്കുലാർ പ്രസ് ആക്ട് പാസ്സാക്കിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്, ലിട്ടൺ ആണ്. അതും ഒരു മുൻവർഷ ചോദ്യമാണ്. അതേപോലെ തന്നെ പത്രങ്ങളെ ദേശീയതയ്ക്ക് ഉപയോഗിച്ച ആദ്യത്തെ ആൾ അല്ലെങ്കിൽ പ്രാദേശിക പത്രപ്രവർത്തനത്തിന്റെ പിതാവ് അത് രാജാറാം മോഹൻ റോയ് ആണ്. 1821 രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ഇറക്കിയ പത്രം ഏത്? അത് സംവാദ് കൗമുദി. 1822 രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ഇറക്കിയ പത്രം ഏത്? മിറാത്തുൽ അക്ബർ. തുടങ്ങിയ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പത്രങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാപകരെയും നോക്കാം. ആദ്യം ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും സ്ഥാപകരും. ഓക്കെ, ഹിന്ദു സ്വദേശി മിത്രം. ഉത്തരം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത ഈ ഒരു ഭാഗം മുഴുവൻ വൊക്കാബുലറി പോലെയാണ്. ഉത്തരവുണ്ട്, നമ്മൾ ഡയറക്റ്റ് അങ്ങ് കാണാതെ പഠിക്കുക. എന്തെങ്കിലും അനുബന്ധം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയും, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വീണ്ടും വായിച്ചു നോക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശികുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. അമൃത ബസാർ പത്രിക ശിശികുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ ഫർദൂൻജി മാർസ്ബാൻ. ബോംബെ സമാചാർ ഫർദൂൻജി മാർസ്ബാൻ. വളരെ ഓർത്തു വെക്കേണ്ട പേരാണ്. ബോംബെ സമാചാർ ഫർദൂൻജി മാർസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ. ഈ കേസരി മറാത്ത എന്ന് പറയുമ്പോൾ കേസരി എന്ന് പറയുന്ന പത്രം മറാത്തയിലും മറാത്ത എന്ന് പറയുന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമായിരുന്നു. അപ്പം അങ്ങനെയാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ഓർക്കേണ്ടത്. കേസരി മറാത്തയുടെ സ്ഥാപകൻ നമ്മുടെ ലോകമാന്യ എന്നറിയപ്പെടുന്ന അവിഭക്ത ഇന്ത്യയുടെ പിതാവായ വാലന്റൈൻ ഷിറോൾ, അസ്വസ്ഥതയുടെ പിതാവെന്ന് വിളിച്ച, മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് മെച്ചമല്ലാത്ത തദ്ദേശീയ ഭരണമാണെന്ന് പ്രഖ്യാപിച്ച, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ
തീവ്രവാദ വിഭാഗത്തിൻ്റെ നേതാവായ ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ്റെ പത്രങ്ങളാണ് മറാത്തയും കേസരിയും. ഒരിക്കലും മറക്കരുത്, അതിൽ മറാത്ത ഇംഗ്ലീഷിലും കേസരി മറാത്തയിലുമായിരുന്നു. ബംഗാളി എന്ന് പറയുന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജിയുടെയാണ്. ഇന്ത്യയുടെ 1876 ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ സ്ഥാപനം രൂപീകരിച്ച ആളാണ് സുരേന്ദ്രനാഥ ബാനർജി. നമ്മളെ ആൾക്കാരൊക്കെ ഇദ്ദേഹത്തെ രാഷ്ട്രഗുരു എന്ന പേരിൽ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു ആത്മകഥയുണ്ട്, എ നേഷൻ ഇൻ മേക്കിംഗ്. അപ്പോൾ എ നേഷൻ ഇൻ മേക്കിംഗ് സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥയാണ്. ബംഗാൾ വിഭജനം നടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, ബംഗാൾ വിഭജനം നടന്നപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്മേൽ പതിച്ചൊരു ബോംബാണ് ബംഗാൾ വിഭജനം. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്മേൽ പതിച്ച ബോംബെന്ന് ബംഗാൾ വിഭജനത്തെ വിളിച്ച ആളുകൂടിയാണ് ഈ സുരേന്ദ്രനാഥ ബാനർജി. ഓക്കെ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ജയിൽ ജീവിത ചെലവെന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവായ, എക്കണോമിക്സിന്റെ പിതാവായ, ദാരിദ്ര്യത്തെക്കുറിച്ച് ആദ്യം പഠനങ്ങൾ നടത്തിയ, 3 തവണ INC പ്രസിഡന്റായ വ്യക്തിയൊക്കെയാണ് ഈ ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ പത്രമാണ് ദ വോയിസ് ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ ഒരു പാഴ്സി പത്രമുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞേൽക്കണം. റസ്ത് ഗോഫ്താർ അദ്ദേഹത്തിന്റെ പാഴ്സി പത്രമാണ് റസ്ത് ഗോഫ്താർ. അപ്പോൾ നമുക്ക് പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശികുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ ഫർദൂൻജി മാർസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ റസ്ത് ഗോഫ്ത ദാദാഭായ് നവറോജി. ഓക്കെ. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഷോം പ്രകാശ്. ഈ 56 ഒരു നിയമം ഉണ്ടായിരുന്നു, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ. അടുത്ത ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ് ആണ്. അൽ ഹിലാൽ മാത്രമല്ല, അൽ ബലാഗ്, അതും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതാം. അൽ ബലാഗ് മൗലാന അബ്ദുൽ കലാം ആസാദ്. 1888 നവംബർ 11 മെക്കയിൽ ജനിച്ചു. 1958 ഫെബ്രുവരി 22 അന്തരിച്ച വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. നമുക്കറിയാലോ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. UGC ഉദ്ഘാടനം ചെയ്ത ആളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ INC പ്രസിഡന്റാണ്. 23 ഡൽഹി സമ്മേളനം. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ INC പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. അപ്പോൾ ഇത്തരം വിവരങ്ങൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഇത് കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ ഇതുകൂടെ ഒന്ന് ഓർക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് പോലെ അതുകൂടെ പറയുന്നത്. സെപ്പറേറ്റ് വീഡിയോ ആൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി കൂടെയാണ് പറയുന്നത്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ് ആണ്. വന്ദേ മാതരത്തിൻ്റെ കേസിൽ അത് ഉറുദു ഭാഷയിലാണ്. ഈ വന്ദേ മാതരം മേഡം ബിക്കാജി ഗാമ പാരീസിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ബിപിൻ ചന്ദ്രപാലിനും അരവിന്ദ ഘോഷിനും വന്ദേ മാതരം എന്ന പേരിൽ പത്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ലിസ്റ്റ് പൂർണ്ണമായും 10ാം ക്ലാസ്സിലെ ലിസ്റ്റാണ്. 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ പറയുന്ന പത്രങ്ങളുടെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ലാലാ ലജ്പത് റായ് എന്നുള്ളതാണ് ഉത്തരം. അതുകൊണ്ട് നമ്മളിവിടെ ലാലാ ലജ്പത് റായ് എന്ന് പഠിക്കുന്നു. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നേഷൻ എന്ന് പറയുന്ന പത്രം. നമുക്കറിയാം, നേഷൻ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് സുധാരക് എന്ന് പറയുന്നൊരു പത്രം കൂടിയുണ്ട്. അതിൻ്റെ എഡിറ്ററായിരുന്നു സുധാരക്. ഹിതവാദ, ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. സുധാരക്, ഹിതവാദ, ഇവിടെയൊക്കെ എഡിറ്റർ കൂടിയാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ, മിതവാദ വിഭാഗത്തിൻ്റെ നേതാവ്. 1885 മുതൽ 1905 വരെ മിതവാദ കാലഘട്ടവും 1905 മുതൽ 19 വരെ തീവ്രവാദ കാലഘട്ടമാണ്. ഇതിൽ മിതവാദ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടന 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. സ്ഥിരമായി ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജനം നടക്കുമ്പോൾ അത് ചർച്ച ചെയ്ത ബനാറസ് സമ്മേളനം, 1905 ബനാറസ് സമ്മേളന അധ്യക്ഷനായിരുന്നു ഗോഖലെ. ബനാറസ് സമ്മേളനത്തിൽ വെച്ച് ബംഗാൾ വിഭജനത്തെ ഒരു ക്രൂരമായ തെറ്റിനോട് ഉപമിച്ച വ്യക്തിയാണ് ഗോഖലെ. വളരെ റെയറായിട്ട് ഉള്ളൊരു പോയിന്റ് ഉണ്ട്. ഈ മിൻറ്റോ മോർലി പരിഷ്കാരം ചർച്ച ചെയ്യാൻ ഇംഗ്ലണ്ടിൽ പോയ ദേശീയ നേതാവാണ് ഗോഖലെ. മിൻറ്റോ മോർലി പരിഷ്കാരം ചർച്ച ചെയ്യാൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ദേശീയ നേതാവ് കൂടിയാണ് ഗോഖലെ. ഇത്രയും കാര്യങ്ങളാണ് സ്കൂൾ ടെസ്റ്റിൽ നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ട് ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് സാറിന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശുകുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ ഫർദൂർജി മാർസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. റസ്തു ഗോഫ്താർ ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്. ഇനി അത് ഒരെണ്ണം നമ്മൾ പറയാൻ വിട്ടുപോയി, യങ് ഇന്ത്യ ഹരിജൻ ഗാന്ധിജിയുടെയാണ്.
അൽ ഹിലാൽ അൽ ബലാഗ് മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. സുധാരക് ഹിതവാദേ ഗോഖലയുടേത് തന്നെയാണ്. പത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ അടിസ്ഥാന വിവരങ്ങളെ നമുക്ക് ഒന്നും കൂടെ നോക്കാം, നോട്ട് വെച്ച് നോക്കാം. അതോടൊപ്പം തന്നെ ഈ പത്രസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണം നടത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം സ്വീഡനാണ്. പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 91A പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ നടത്താം. പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം സ്വീഡൻ. പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം സ്വീഡൻ. പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 91A. ഇന്ത്യയിലെ ആദ്യ പത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യ പത്രം ഏതായിരുന്നു? ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് എന്നാണ് ആരംഭിച്ചേ? 1780 ജനുവരി 29 കൽക്കട്ടയിൽ നിന്ന്. ഒന്നുകൂടെ പറഞ്ഞേ, 1780 ജനുവരി 29 കൽക്കട്ടയിൽ നിന്ന്. ഓക്കെ, ബംഗാൾ ഗസറ്റ് അച്ചടിച്ചു വന്ന ഭാഷ ബംഗാളിയാണോ? അല്ല, ഇംഗ്ലീഷ്. ബംഗാൾ ഗസറ്റ് അച്ചടിച്ചു വന്ന ഭാഷ ഇംഗ്ലീഷ് ആണ്. ബംഗാൾ ഗസറ്റ് സ്ഥാപിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ബംഗാൾ ഗസറ്റ് സ്ഥാപിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. കൽക്കട്ട ജനറൽ അഡ്വൈറ്റൈസർ. കൽക്കട്ട ജനറൽ അഡ്വൈറ്റൈസർ എന്ന് ആദ്യകാലത്ത് അറിയപ്പെടുന്ന പത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. പക്ഷേ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു. ഒന്നുകൂടെ നോക്കിയേ, ബംഗാൾ ഗസറ്റ് അച്ചടിച്ചു വന്ന ഭാഷ ഇംഗ്ലീഷ് ആണ്. ബംഗാൾ ഗസറ്റ് സ്ഥാപിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. കൽക്കട്ട ജനറൽ അഡ്വൈറ്റൈസർ എന്നറിയപ്പെട്ടിരുന്ന പത്രമാണ് ബംഗാൾ ഗസറ്റ്. ഇന്ത്യൻ പത്രത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. എന്നാൽ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു. പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷ്. ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് പത്രങ്ങളെ ഉപയോഗിച്ച ആദ്യത്തെ വ്യക്തി രാജാറാം മോഹൻ റോയ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. പത്രങ്ങളെ ദേശീയതയ്ക്ക് ഉപയോഗിച്ച ആദ്യത്തെ ആള്, ദേശീയ പ്രാധാന്യത്തോടുകൂടി പത്രങ്ങളെ ഉപയോഗിച്ച ആദ്യത്തെ ആൾ രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിന് 2 പത്രങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. 1821, 1822. 1821 സംവാദ് കൗമുദി, 1822 മിറാത്തുൽ അക്ബർ. സംവാദ് കൗമുദി ബംഗാളിയിലാണ്, മിറാത്തുൽ അക്ബർ പേർഷ്യയിലാണ് എന്നുള്ള കാര്യം പറഞ്ഞതാണ്. ഇന്ത്യൻ പ്രാദേശിക പത്രപ്രവർത്തനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ദേശീയ പത്രദിനം, നാഷണൽ ന്യൂസ് പേപ്പർ ഡേ, ജനുവരി 29. ദേശീയ പത്രദിനം ജനുവരി 29. ദേശീയ പ്രസാധക ദിനം, അച്ചടി ദിനം, നവംബർ 16. ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3. ഇന്ത്യയിൽ പ്രാദേശിക ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യ പത്രം സമാചാർ ദർപ്പൺ. അത് ബംഗാളിയിൽ 1818 ഇത് സ്കൂൾ ടെസ്റ്റിൽ സുലഭ് സമാചാർ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. സുലഭ് സമാചാർ ബംഗാളിൽ നിന്ന് ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ ഒരു പത്രം തന്നെയാണ്. എന്നാൽ ആദ്യ പത്രം സമാചാർ ദർപ്പണായി പരിഗണിക്കുന്നു. സമാചാർ ദർപ്പണം പുറത്തിറക്കിയത് BMS ആണ്, ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി. സമാചാർ ദർപ്പണത്തിന്റെ ആദ്യ എഡിറ്റർ ആര്? ജോൺ ക്ലാർക്ക് മാർഷൽ ആണ്. ജോൺ ക്ലാർക്ക് മാർഷൽ ആണ് ആദ്യ എഡിറ്റർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇറങ്ങുന്ന രാജ്യം ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇറങ്ങുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്ന ഭാഷ ഹിന്ദിയാണ്. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്ന ഭാഷ ഹിന്ദിയാണ്, രണ്ടാമത് ഇംഗ്ലീഷാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷാണ്. നിലവിൽ പ്രസിദ്ധീകരിക്കുന്നതിൽ ഏറ്റവും പഴയ പത്രം നമ്മൾ പറഞ്ഞതാണ് ബോംബെ സമാചാർ. അത് 1822 ഫർദൂർജി മാർസ്ബാൻ ആണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന ദിനപത്രം മദ്രാസ് മെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന ദിനപത്രം മദ്രാസ് മെയിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിൻ്റെ നോട്ട് വെച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്തെടുത്തു. ആ നോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിക്കുക. ഇനി നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും കലയുടെയും പങ്കിനകത്ത് നമുക്ക് കല എന്ന് പറയുന്നൊരു പോർഷൻ പഠിക്കാം. കല എന്ന് പറയുന്നത് പ്രധാനമായും നാടകങ്ങളും ചിത്രങ്ങളും ഒക്കെയാണ്. ചിത്രങ്ങളാണ് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചിത്രകലകൾ വലിയ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ ആഴത്തിലും പരപ്പിലും ചില കാര്യങ്ങൾ ബിംബമായി പതിയാൻ ചിത്രങ്ങൾ വളരെ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭാരതത്തെ ഒരു ഏകീകൃത സ്വഭാവത്തിൽ ഒരു മാതാവായി, ആ ഒരു വൈകാരികതയോടെ, ഒരു മാതാവിൻ്റെ സ്നേഹത്തോടെയും വൈകാരികത്തോടെയും ഭാരതത്തെ പ്രതിദാനം ചെയ്തത് ഭാരത് മാത എന്ന ചിത്രമാണ്. അതിനു മുമ്പ് പലപ്പോഴും നാടകങ്ങൾ രൂപത്തിൽ ഭാരത് മാത എന്ന സങ്കല്പം സത്യേന്ദ്രനാഥ ടാഗോറും ശശികുമാർ ഘോഷും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഭാരത് മാത എന്നൊരു സങ്കല്പ ചിത്രം ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് പതിഞ്ഞത് ഭാരത് മാത എന്ന ചിത്രത്തിലൂടെയാണ്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, ഇദ്ദേഹം ഒരു ബംഗാളി ചിത്രകാരനാണ്. പാശ്ചാത്യ ചിത്രകലകളിൽ നിന്ന് ഇന്ത്യൻ ചിത്രകലയെ മോചിപ്പിച്ചുകൊണ്ട് തനതായിട്ട് ഇന്ത്യക്ക് ഒരു വ്യക്തിത്വം ചിത്രകലകൾ കൊടുക്കാനും ഇന്ത്യൻ തനതായ സംസ്കാരത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അബനീന്ദ്രനാഥ ടാഗോർ. ബംഗാളിലെ സ്കൂൾ ഓഫ് ആർട്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് 1907 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഇവ സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. 1907 കാലഘട്ടങ്ങളിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. സാന്താൾ പെൺകുട്ടി
മരണശയ്യനായ ഷാജഹാൻ, അതുപോലെ തന്നെ ഗണേശ ജനനം തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഭാരത് മാത എന്നുള്ള ചിത്രം തന്നെയാണ്. ഇന്ത്യക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും വിജ്ഞാനവും നൽകുന്ന ഭാരത മാതാവിനെയാണ് ഭാരത് മാത എന്ന ചിത്രത്തിൽ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും വിജ്ഞാനവും നൽകുന്ന ഭാരത മാതാവിനെയാണ് ഭാരത് മാത എന്ന ചിത്രത്തിൽ അദ്ദേഹം വരച്ചിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അബനീന്ദ്രനാഥ ടാഗോർ ഒരു ബംഗാളി ചിത്രകാരനായിരുന്നു. അദ്ദേഹം ബംഗാളിലെ സ്കൂൾ ഓഫ് ആർട്സും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് 1907 ഇന്ത്യൻ സൊസൈറ്റി ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചതും ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ഭാരതത്തിന് വസ്ത്രവും ഭക്ഷണവും വിജ്ഞാനവും നൽകുന്ന ഭാരത മാത എന്ന സങ്കല്പമാണ് ഭാരത് മാത എന്ന ചിത്രത്തിലുള്ളത്. പിന്നെ ഇദ്ദേഹം 1913 പാരീസിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ച ഇന്ത്യൻ ചിത്രകാരനാണ്. 1913 പാരീസിൽ ചിത്രപ്രദർശനം നടത്തിയത് അബനീന്ദ്രനാഥ ടാഗോറാണ്. പാശ്ചാത്യ രീതികളിൽ നിന്ന് ഇന്ത്യൻ ചിത്രകലയെ മോചിപ്പിച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രമാണ് ഗണേശ ജനനം, ദ വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. ദ വിക്ടറി ഓഫ് ബുദ്ധയും ദ പാസിംഗ് ഓഫ് ഷാജഹാനും, എൻലൈറ്റ്മെൻറ്റോടുകൂടി ഇരിക്കുന്ന ഒരു ബുദ്ധനും താജ്മഹാളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മൃതപര്യനായി നിൽക്കുന്ന ഷാജഹാൻ്റെയൊക്കെ ഒരു ചിത്രം ആണ് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രം. ഗണേശ ജനനം എന്ന് പറയുന്ന ഒരു ചിത്രവും അദ്ദേഹത്തിനുണ്ട്. അടുത്ത നോക്കാം നന്ദലാൽ ബോസ്. ഈ നന്ദലാൽ ബോസിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഭരണഘടനയുടെ ലേഔട്ടൊക്കെ തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സതി എന്ന് പറയുന്ന ചിത്രമാണ് അദ്ദേഹത്തെ ഫേമസ് ആക്കുന്നത്. സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് സതി. അതോടൊപ്പം തന്നെ ഗ്രാമീണ ചെണ്ടക്കാരൻ, വില്ലേജ് ഡ്രമ്മർ എന്ന് പറയുന്ന ഒരു ചിത്രം വരച്ചതും അദ്ദേഹം തന്നെയാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ ഒരു പ്രത്യേകതയുണ്ട്. 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി പ്രസിഡന്റായ ഹരിപുര സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പോസ്റ്ററിൽ വന്ന ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. അപ്പോൾ സതി എന്ന ചിത്രം വരച്ചത്, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസാണ്. ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയതും നന്ദലാൽ ബോസാണ്. ഗാന്ധി മാർച്ച്, അന്നപൂർണ, ഡാർജിലിംഗ് ആൻഡ് ഫോക്ക് എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിനായിട്ടുണ്ട്. ഗാന്ധി മാർച്ച് പ്രത്യേകിച്ച് ഉപ്പ് സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് ഗാന്ധി മാർച്ച്. പിന്നെ അന്നപൂർണ, ഡാർജിലിംഗ് ആൻഡ് ഫോക്ക്, ഡാർജിലിംഗിൽ മഞ്ഞിനെയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കി. ഇദ്ദേഹത്തിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ഹരിപുര സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സതി, ഗാന്ധി മാർച്ച്, അന്നപൂർണ, ഡാർജിലിംഗ് ആൻഡ് ഫോഗ്. സതി, ഗാന്ധി മാർച്ച്, അന്നപൂർണ, ഡാർജിലിംഗ് ആൻഡ് ഫോഗ് എന്നീ ചിത്രങ്ങൾ നന്ദലാൽ ബോസിൻ്റെയാണ്. ഇനി അടുത്ത ഒരു ചിത്രകാരിയാണ് അമൃത ഷേർഗിൽ. ഈ അമൃത ഷേർഗിലിൻ്റെ ഒരു പ്രത്യേകത, അമൃത ഷേർഗിൽ പഞ്ചാബുകാരിയായ ചിത്രകാരിയാണ്. അവരുടെ ദ സ്റ്റോറി ടെല്ലർ, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മൂല്യത്തിനെ കണക്കാക്കുമ്പോൾ ഏറ്റവും മൂല്യത്തിൽ ഈ അടുത്തിടയ്ക്ക് വിറ്റുപോയൊരു ചിത്രമാണ് ദ ഏൻഷ്യൻ്റ് സ്റ്റോറി ടെല്ലർ. അപ്പോൾ അത് അമൃത ഷേർഗിലിൻ്റെ ആണ്. അമൃത ഷേർഗിലിൻ്റെ വളരെ ഫേമസ് ആയിട്ടൊരു ചിത്രം സ്കൂൾ ടെസ്റ്റിൽ പറയുന്നുണ്ട്, അതാണ് ഗ്രാമീണ ജീവിതം. അപ്പോൾ ഓർത്തു നോക്കുക, ദ ഏൻഷ്യൻ്റ് സ്റ്റോറി ടെല്ലർ, ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ചെണ്ടക്കാരനല്ല, അത് നന്ദലാൽ ബോസാണ്. ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലാണ്. ഇത്രയാണ് കലകളുടെ പങ്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കലകളുടെ പങ്ക്. അതോടൊപ്പം തന്നെ നമ്മൾ നാടകത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു. ഭാരത് മാത എന്ന നാടക സങ്കല്പം സാധാരണ ജനങ്ങളിലേക്ക് കൊണ്ടുവന്നത് സത്യേന്ദ്രനാഥ ടാഗോറും ശിശികുമാർ ഘോഷുമാണ്. പിന്നെ വേറൊരു നാടകമുണ്ട്, നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം. 1859 ഇൻഡിഗോ കലാപം, അതായത് ബംഗാളിലെ ഒരു നീലം കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു കലാപമാണ് ഇൻഡിഗോ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യ സംഘടിത സ്വഭാവമുള്ള ഒരു കർഷക കലാപമായിട്ട് അതിനെ പരിഗണിക്കുന്നുണ്ട്. ബിശ്വാസ് സഹോദരങ്ങളാണ് ഈ കലാപം നയിച്ചത്. വിഷ്ണു ബിശ്വാസ്, ദിഗംബർ ബിശ്വാസ്, ഈ രണ്ട് സഹോദരങ്ങൾ ചേർന്ന് 1859-60 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാർഷിക കലാപം ഇന്ത്യയിൽ നീലം കലാപമാണ്. കാർഷിക കലാപങ്ങളിൽ ആദ്യത്തേത് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രൂപപ്പെട്ട സന്യാസി ഫക്കീർ കലാപമാണ്. സന്യാസി ഫക്കീർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു നോവലുണ്ട്, ദേശീയതയെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്, ആനന്ദമഠം. ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം 1882 1882. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന് പറയുന്നത് ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. വന്ദേ മാതരം ബംഗാളി ഭാഷയിലാണ്. ആനന്ദമഠം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് ദുർഗേശ നന്ദിനി. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവലാണ് ദുർഗേശ നന്ദിനി. ഓക്കെ, അപ്പോൾ നീലം കർഷകരുടെ കലാപമാണ് 1859 ഇൻഡിഗോ കലാപം. ഇൻഡിഗോ കലാപം നയിച്ചത് ബിശ്വാസ് സഹോദരങ്ങളാണ്.
അതിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നാടകമാണ് നീൽ ദർപ്പൺ, നീലക്കണ്ണാടി. അത് ദീനബന്ധു മിത്രയുടെ നാടകമാണ്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ്, ഓർക്കണം. നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിന് ഇന്ത്യയിൽ വലിയ പ്രചാരണം നൽകിയത് സുരേന്ദ്രനാഥ ബാനർജി രൂപീകരിച്ച ഇന്ത്യൻ അസോസിയേഷനാണ്. നീൽ ദർപ്പൺ എന്ന നാടകത്തിന് വലിയ ഒരു പ്രചാരണം നൽകിയത് ഇന്ത്യൻ അസോസിയേഷനാണ്. അത് സുരേന്ദ്രനാഥ ബാനർജിയുടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭാരത് മാത എന്ന സങ്കല്പം പൊതുവേദികളിൽ ആദ്യം അവതരിപ്പിച്ചത് ശിശുകുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമാണ്. ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതങ്ങൾ അവതരിപ്പിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഇത് ദീനബന്ധു മിത്രയുടെയാണ്. നീൽ ദർപ്പൺ എന്ന നാടകത്തിന് പ്രചാരണം നൽകിയത് 1876 സുരേന്ദ്രനാഥ ബാനർജി രൂപീകരിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടനയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവാണ് സുരേന്ദ്രനാഥ ബാനർജി. അപ്പോൾ ഇതാണ് കലകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഭാഗം. ഇനി നമുക്ക് ദേശീയ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് പുസ്തകങ്ങളാണ്. അത് സ്കൂൾ ടെസ്റ്റിൽ തന്നെയുള്ള പുസ്തകങ്ങളാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നത്. അത് തന്നെ നിങ്ങൾ കൃത്യമായിട്ടൊക്കെ പഠിച്ചു നോക്കുക. പ്രത്യേകിച്ച് അതിൻ്റെ ഭാഷ പല ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഉദാഹരണത്തിന് നിബന്ധമാല ഏത് ഭാഷയിലാണെന്നൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അത് ഈ ബോക്സിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നിബന്ധമാല മറാത്തിയിലാണ്. അപ്പോൾ പ്രധാനമായും കൃതികളും അത് എഴുതിയ ആളും അതിൻ്റെ ഭാഷയുമാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത്. നമ്മൾ കൃതികളാണ് പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് പതാകയും അങ്ങനെയുള്ള ചെറിയ 1-2 കാര്യങ്ങൾ കൂടെ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കലയുടെ സാഹിത്യത്തിൻ്റെ പങ്കെന്ന് പറയുന്ന പോർഷൻ കവറാവും. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. നമുക്ക് കൃതികളൊക്കെ നോക്കാം. ഗോര, ഗീതാഞ്ജലി എന്നീ കൃതികൾ ടാഗോറിൻ്റെ ആണ്, ബംഗാളി ഭാഷയിലാണ്. നമുക്കറിയാവുന്നതാണ്, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഗോര, ഗീതാഞ്ജലി, ടാഗോർ, ബംഗാളി. ഈ അടുത്തിടയ്ക്ക് വേറൊരു കൃതി ചോദിക്കുന്നുണ്ട്, പോസ്റ്റ് ഓഫീസ്. ഈ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന കൃതിയും ടാഗോറിൻ്റെ തന്നെയാണ്. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന കൃതിയും ടാഗോറിൻ്റെ തന്നെയാണ്. അതും ബംഗാളി ഭാഷയിലാണ്. 1913 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അത് ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിക്കാണ്. ഗീതാഞ്ജലിയുടെ ആമുഖം എഴുതിയത് WB ഈറ്റ്സ് ആണ്. WB ഈറ്റ്സ് അയാളാണ് ഗീതാഞ്ജലിയുടെ ആമുഖം എഴുതിയത്. ഗീതാഞ്ജലി ആരാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതെന്ന് അറിയാമോ? ഗീതാഞ്ജലി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് നമ്മുടെ G ശങ്കരക്കുറുപ്പാണ്. G ശങ്കരക്കുറുപ്പ്, ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി G ശങ്കരക്കുറുപ്പ്, ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി. വാഗുരുവി, വെരുകുരുവി, വാഴക്കൈമേൽ ഇരുകുരുവി എന്നൊക്കെ എഴുതിയ ആള് G ശങ്കരക്കുറുപ്പ്. G ശങ്കരക്കുറുപ്പ് വിശ്വദർശനം എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ കൃതി എഴുതിയ G ശങ്കരക്കുറുപ്പാണ് ഈ ഗീതാഞ്ജലി മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഗോര, ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, പ്രേംചന്ദ്, അതായത് മുൻഷി എന്നൊക്കെ അപരനാമത്തിലുണ്ട്. ഈ പ്രേംചന്ദിന്റെ യഥാർത്ഥ പേര് ധനപത് റായ് എന്നാണ്. അദ്ദേഹം ഹിന്ദിയിൽ എഴുതിയാണ് ഈ കൃതി. അപ്പോൾ ഏതൊക്കെ കൃതി? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, പ്രേംചന്ദ്, ഹിന്ദി. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, പ്രേംചന്ദ്, ഹിന്ദി. അടുത്തത് പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കളിപ്പാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കളിപ്പാട്ട്, കുയിൽപ്പാട്ട്. സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കളിപ്പാട്ട്, കുയിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. ആദ്യം മുതൽ ആലോചിച്ച് നോക്കി. ഗോര, ഗീതാഞ്ജലി, പോസ്റ്റ് ഓഫീസ്, ടാഗോർ, ബംഗാളി. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, പ്രേംചന്ദ്, ഹിന്ദി. പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കളിപ്പാട്ട്, കുയിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. സുബ്രഹ്മണ്യ ഭാരതി തമിഴിൽ നിന്നുള്ള ദേശീയ കവിയാണ്. ഓടുവിളയാട് പാപ്പ എന്നുള്ള കാവ്യം അദ്ദേഹത്തിൻ്റെ ആണ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വെച്ച് ആനയുടെ ചവിട്ടേൽക്കുകയും ആനയിൽ നിന്ന് പരിക്കേൽക്കുകയും തുടർന്ന് മരിക്കുകയും ചെയ്ത ആളാണ് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്ന വ്യക്തി സിസ്റ്റർ നിവേദിതയുടെ പ്രശസ്തനായ ശിഷ്യനാണ്. അപ്പം സുബ്രഹ്മണ്യ ഭാരതിയുടെ ഗുരുസ്ഥായിയായ വ്യക്തിയാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിത വിവേകാനന്ദന്റെ ശിഷ്യയാണ്. മാർഗ്രറ്റ് എലിസബത്ത് നോബിൾ ദ മാസ്റ്റർ ഐ സോ ഹിം എന്ന പുസ്തകമൊക്കെ രചിച്ച സിസ്റ്റർ നിവേദിത സുബ്രഹ്മണ്യ ഭാരതിയുടെ ഒരു ഗുരുസ്ഥാനീയത്തുള്ള വ്യക്തിയാണ്. ഓക്കെ, അടുത്തത് ഹയാത്തി സാദി, ഹയാത്തി ജവേദ്. ഹയാത്തി സാദി, ഹയാത്തി ജവേദ്. അൽത്താഫ് ഹുസൈൻ ഖാലി, ഉറുദു. അൽത്താഫ് ഹുസൈൻ ഖാലി, ഉറുദു. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹയാത്തി ജവേദ് ഏത് ഭാഷയിലാണ് ചോദിക്കാം. ഹയാത്തി സാദി രചിച്ചതാരെന്ന് ചോദിക്കാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അൽത്താഫ് ഹുസൈൻ ഖാലി എന്നാണ്. ആ പേര് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരത്തില്ല. അൽത്താഫ് ഹുസൈൻ ഖാലി, ഉറുദു. ഹയാത്തി സാദി, ഹയാത്തി ജവേദ്, അൽത്താഫ് ഹുസൈൻ ഖാലി, ഉറുദു. അടുത്തത് ഹയാത്തി സാദി, ഹയാത്തി ജവീദ്, അൽത്താഫ് ഹുസൈൻ ഖാലി, ഉറുദു. അടുത്തത് നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുലിംഗാർ. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുലിംഗാർ, അത് മറാത്തിയിലാണ്. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കൽ എന്നാണ് സ്കൂൾ ടെസ്റ്റ് നൽകിയിരിക്കുന്നത്. അത് മറാത്തിയിലാണ്.
അടുത്തത് എൻ്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ, ബാപ്പുജി. ഈ കൃതികൾ രചിച്ചത് വള്ളത്തോളാണ്. വള്ളത്തോൾ മലയാളത്തിൽ രചിച്ച കൃതിയാണ്. ഈ കൃതികൾ ദേശീയതയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വള്ളത്തോൾ എന്ന് പറയുന്നത് ആധുനിക കവിത്രങ്ങളിൽപ്പെട്ട ആളാണ്. ആശയഗംഭീരൻ ആശാനാണെങ്കിൽ ശബ്ദസുന്ദരനാണ് വള്ളത്തോൾ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ വൻ ഭാഷതാൻ എന്ന് എഴുതിയ വ്യക്തിയാണ് വള്ളത്തോൾ. കേരളത്തിലെ പൂങ്കുയിൽ, കേരളത്തിലെ ടെന്നിസൺ എന്നൊക്കെ അറിയപ്പെടുന്ന വള്ളത്തോളിൻ്റെ കൃതികളാണിത്. വള്ളത്തോളിന് വേറെയും ചില കൃതികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബന്ധനസ്ഥനായ അനിരുദ്ധൻ, കൊച്ചു സീത, അച്ഛനും മകളും, ശിഷ്യനും മകനും, മഗ്ദലന മറിയം, അതുപോലെ തന്നെ ബദിരവിലാപം. വള്ളത്തോളിൻ്റെ മഹാകാവ്യമുണ്ട്. മഹാകാവ്യം ചിത്രയോഗമാണ്. സാഹിത്യമഞ്ജരി, ഇതൊക്കെ രചിച്ചത് വള്ളത്തോളാണ്. അപ്പോൾ ഇവിടെ സ്കൂൾ ടെസ്റ്റ് നൽകിയിരിക്കുന്ന ഈ കൃതികൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, അത് വള്ളത്തോളാണ്, മലയാളം. ആ കൃതികൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഗോരാ ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി. ഗോരാ ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, പ്രേംചന്ദ്, ഹിന്ദി. പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കളിപ്പാട്ട്, കുയിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. ഹയാത്തി സാദി, ഹയാത്തി ജവേദ്, അൽത്താ ഹുസൈൻ ഖാലി, ഉറുദു. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്പുളിലിംഗാർ, മറാത്തി. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ, മലയാളം.